Hi, my dear students. First of all, I welcome you to my online class. Today, we are going to learn a grammar part. It is very important part in English grammar. That is types of sentence. We all know what a sentence is. A sentence is a group of words which makes complete sense. That is a sentence. പൂർണ്ണമായ അർത്ഥം നൽകുന്ന വാക്കുകളുടെ അല്ലെങ്കിൽ വേർഡ്സിന്റെ ഒരു കൂട്ടമാണ് ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. സെന്റൻസ് ഡിവിഷൻ ഈസ് ടു സെക്ഷൻ ഓർ ടു ടൈപ്പ്. One is sentence is divided based on purpose or sense. That we already know that assertive sentence, interrogative sentence, imperative sentence and exclamatory sentence. This division is divided on the basis of purpose or sense. Today I am going to give you sentence division based on structure. We want to look sentence structure. Then that type is divided, that sentence is divided 3. That means a sentence, types of sentence on basis of structure. That is 3 type. First one is simple, second one is compound, third one is complex. These sentences divided based on structure. We must look the structure of a sentence. Then first one, let us learn first simple sentence. What is a simple sentence? When we look its structure, one subject and one verb, or otherwise subject and predicate, one subject and one predicate. That includes a sentence. That is a simple sentence. Simple sentence എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റും ഒരു വെർബും, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും, ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉള്ള ഒരു സെന്റൻസ്, അതിനെയാണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് we all know that സബ്ജക്റ്റിന് ശേഷമുള്ള ഭാഗമാണ് പ്രെഡിക്കേറ്റ്. ഒന്നുകിൽ വെർബ് കോംപ്ലിമെന്റ് ആവാം, അല്ലെങ്കിൽ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആവാം. അങ്ങനെയുള്ള വെർബും അനുബന്ധമായ കാര്യങ്ങളും ഉൾപ്പെട്ടതാണ് ഒരു പ്രെഡിക്കേറ്റ്. അപ്പം ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉള്ള ഒരു സെന്റൻസിനെയാണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. Let us check example. I am a teacher. I subject, am a teacher is predicate. And second example, she is walking. She is walking. She subject is walking is predicate. Then another example, India won the match. India is subject, won the match is predicate. Then that is a simple sentence. That is first one is simple sentence. Then second type, compound sentence. What is a compound sentence? One compound sentence is two or more main or independent clause. ഒരു സെന്റൻസിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ മെയിൻ ക്ലോസ് ഉള്ള, മെയിൻ ക്ലോസ് അതിന്റെ മറ്റൊരു പേരാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉള്ള. വാട്ട് ഈസ് മെയിൻ ക്ലോസ്? എന്താണ് ഒരു മെയിൻ ക്ലോസ്? ഒരു മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്
ഇൻഡിപെൻഡന്റ് ആയ അർത്ഥം പൂർത്തീകരണത്തോടു കൂടെ നിൽക്കുന്ന സ്വതന്ത്രമായ അർത്ഥമുള്ള ഒരു സെന്റൻസിനെയാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. സ്വതന്ത്രമായ അർത്ഥമുള്ള ഒരു ക്ലോസിനെയാണ് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് നമുക്കറിയാം, ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം. ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായി നിൽക്കുന്നത്. രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉള്ള ഒരു സെന്റൻസ്. Let us check the example. She is rich, but she is not vain. She is rich, but she is not vain. ഇവിടെ she is rich എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. She is not vain അത് മറ്റൊരു മെയിൻ ക്ലോസ് ആണ്. അതിന്റെ നടുവിൽ but എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസിൽ കൺജങ്ഷൻ നിർബന്ധമാണ്. മറ്റൊരു എക്സാമ്പിൾ, I am a teacher and my wife is a lawyer. I am a teacher, that is a main clause. പൂർണ്ണമായ അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണ്. And my wife is a lawyer, that also one main clause. അതിന്റെ നടുവിൽ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. This is compound sentence. Another example, you must go or I will slap you. You must go or I will slap you. You must go ഒരു മെയിൻ ക്ലോസ് ആണ്. I will slap you മറ്റൊരു മെയിൻ ക്ലോസ് ആണ്. അതിന്റെ നടുവിലായിട്ട് ഓർ എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉണ്ട്. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത് രണ്ട് മെയിൻ ക്ലോസിനെ ഒരു ലിങ്കർ അല്ലെങ്കിൽ ഒരു കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു സെന്റൻസിനെയാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഘടന നോക്കുമ്പോൾ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കുന്നത് ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ബേസ്ഡ് types are. Compound sentence needs some coordinating conjunctions. ഇപ്പോൾ കോമ്പൗണ്ട് സെന്റൻസിൽ എപ്പോഴും ഒരു കൺജങ്ഷൻ ഉണ്ടാവും. അതിനെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അവയിൽപ്പെട്ട ചില കൺജങ്ഷനുകൾ ആൻഡ്, ബട്ട്, സോ, ഫോർ, നോർ, ഓർ, otherwise, therefore, as well as, ഇവയെല്ലാം കോർഡിനേറ്റിംഗ് കൺജങ്ഷനുകൾ. അപ്പൊ ഇവ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് ആവാൻ സാധ്യത കൂടുതലാണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷനുകൾ ഏതെല്ലാം എന്ന് പഠിക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ്, ഒരു കോഡ് ഞാൻ പറയാം. ഫാൻ ബോയ്സ് പഠിക്കാനുള്ള ഒരു കോഡാണ് ഫാൻ ബോയ്സ്. ഏതെല്ലാമാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്? അവയിൽ ചിലതിനെ ഉൾപ്പെടുത്തിയ ഒരു കോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഫാൻ ബോയ്സ്. ഫാൻ എഫ് ഫോർ എ ആൻഡ് എൻ നോർ ഫാൻ. ബോയ്സ് ബി ബട്ട്, ഓ ഓർ, വൈ യെറ്റ്, ബോയ്സ് എസ് സോ. ഫാൻ ബോയ്സ് ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ. ഇവയെല്ലാമാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഒരു കോമ്പൗണ്ട് സെന്റൻസ് രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. അതിന്റെ സെൻട്രലായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗത്തായിട്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കോമ്പൗണ്ട് സെന്റൻസ്. Then third one is complex sentence. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കുന്നത്. എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? മെയിൻ ക്ലോസ് നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ആയ അല്ലെങ്കിൽ അർത്ഥം നോക്കുമ്പോൾ
സ്വതന്ത്രമായ അർത്ഥം ഉള്ളതിനെയാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും. ഒരു സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് അർത്ഥം നോക്കുമ്പോൾ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, സബോർഡിനേറ്റ് ക്ലോസിന്റെ മറ്റൊരു പേരാണ് ഡിപ്പെൻഡന്റ് ക്ലോസ്. ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്ന ക്ലോസ്. ഇപ്പൊ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത് വ്യക്തമായി പഠിക്കാൻ let's check example. When I reached the bus stop, the bus had left. When I reached the bus stop, ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ബസ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അത് എന്തോ ഒരു ഡിപ്പെൻഡന്റ്, അപ്പോൾ എന്താണ്, പൂർണ്ണമല്ല. അതിനെയാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പം അത് സബോർഡിനേറ്റ് ക്ലോസ്. ദ ബസ് ഹാഡ് ലെഫ്റ്റ്, അത് മെയിൻ ക്ലോസ്. അപ്പൊ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും ഉള്ള സെന്റൻസിനെയാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. One another example. I know that he is a good man. I know that he is a good man. I know, one main clause, that he is a good man. That is subordinate clause. Then that is complex sentence. One main clause, one subordinate clause. Once again I tell you, simple sentence, one subject, one verb, or one subject and one predicate. Second one is compound sentence. Two or more main or independent clause is needed. The last one is complex sentence. One main clause, one subordinate clause. It is the structural based division of sentences. When we check structure of a sentence, that sentence is divided into three: simple, compound, complex. Let us check some examples. I looked for Mary and Samantha at the bus station. The train was late. Second example. Then one another example. Joe waited for the train, but the train was late. One another example. When I reached his house, he was sleeping. When we look these examples, first example, I looked for Mary and Samantha at the bus station. ഈ സെന്റൻസിൽ I subject looked for Mary and Samantha at the railway station or bus station, that is predicate. ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും. അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ സെന്റൻസ്. മറ്റൊരു എക്സാമ്പിൾ, the train was late. The train ഒരു സബ്ജക്റ്റ്, was late ഒരു പ്രെഡിക്കേറ്റ്. അപ്പം അതും സിമ്പിൾ സെന്റൻസ്. മറ്റൊരു എക്സാമ്പിൾ, Joe waited for the train. Joe waited for the train. Joe ട്രെയിനിന് കാത്തിരുന്നു. But പക്ഷേ the train was late. ട്രെയിൻ ലേറ്റ് ആയിരുന്നു. രണ്ട് അർത്ഥവും പൂർണ്ണമാണ്, ഇൻഡിപെൻഡന്റ് ആണ്. ജോ ട്രെയിനിന് വെയിറ്റ് ചെയ്തിരുന്നു, ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ആ രണ്ട് മെയിൻ ക്ലോസിനെ ബട്ട് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബന്ധിച്ചു. ജോ വെയിറ്റഡ് ഫോർ ദ ട്രെയിൻ ബട്ട് ദ ട്രെയിൻ വാസ് ലേറ്റ്. ഒരു സെന്റൻസ്. ദാറ്റ് ഈസ് കോമ്പൗണ്ട് സെന്റൻസ്. രണ്ട് മെയിൻ ക്ലോസ്.
Then another example. When I reached his house, he was sleeping. ഞാൻ അവന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവന്റെ വീട്ടിലെത്തിയപ്പോൾ അർത്ഥം ഡിപ്പെൻഡ് ആണ്, പൂർണ്ണമല്ല. That is subordinate clause. He was sleeping. അവൻ ഉറങ്ങുകയായിരുന്നു. അത് മെയിൻ ക്ലോസ്. ഈ പറയപ്പെടുന്ന സെന്റൻസിൽ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും. So that sentence is complex sentence. I hope you all got idea about the structural based division of sentence. Let me stop here. Thank you. Have a nice day.